കുറച്ച് റോഡൊക്കെ പോകാൻ ഇവിടെ നമുക്ക് ചോദിച്ചു നോക്കാം കയറ്റി വിടുമോന്ന്. ആണെങ്കിൽ അവിടം വരെ ജസ്റ്റ് പോയിട്ട് തിരിച്ചു വരാം. അല്ലല്ല, അവിടെ ടിക്കറ്റ് ഉണ്ട്. ചേട്ടാ ഇവിടുത്തെ ആളാണോ? കയറ്റി വിടോ? ആണോ? ജസ്റ്റ് വണ്ടി ഒന്ന് അങ്ങോട്ട് പോയിട്ട് വരാൻ പറ്റുമോ? നമ്മൾ താഴെ ഒരു വണ്ടിയുടെ വീഡിയോ എടുത്തോണ്ടിരിക്കും. ഓക്കെ. ഇത് നൈസ് റൂട്ടാണ്. ഇനി ഇച്ചിരി ഓഫ് റോഡ് ടൈപ്പ് ഒക്കെ. നമ്മുടെ വണ്ടി വലിച്ചു കയറുന്നത് നോക്കണ്ടേ? ഓ, ഇതൊക്കെ കൂളായിട്ട് കയറും. ഈ 4x4 ആണെങ്കിൽ എനിക്കൊന്ന് ഇത്രയും പോലും ആയാസം വേണ്ടി വരുന്നില്ല വണ്ടി. കൂളായിട്ട് ഏത് പാറയുടെ മണ്ടയ്ക്ക് കൂടെ കയറി പോകും. നമ്മുടെ പഴയ ജീപ്പില്ലയോ, അത് എങ്ങനെ വേണേലും എവിടെയും കയറി. അതെ അതെ, നമ്മളിങ്ങനെ മറ്റേ ഓഫ് റോഡ് മൂന്നാർ അങ്ങോട്ടൊക്കെ പോകുമ്പോഴൊക്കെ അല്ലല്ല, അല്ലാത്ത മിറ്റലിലേക്ക് കൂടെ കയറി പോകുന്നതേ നമ്മുടെ ശരീരം മൊത്തം ഇളക്കിക്കൊണ്ടാ പോകുന്നേ. അത് ഞാൻ കയറിയിട്ടുണ്ട്. തേക്ക് റോഡൊക്കെ, തേക്കുന്തോടോ. അയ്യോ, അത് കുടജാതിരി മൂകാംബിക. ഇവിടെ വന്നിട്ടുണ്ടായിരുന്നോ മുമ്പ്? ഇല്ല. താഴെ വരെ പോവാം. അവിടെ ഇങ്ങനെ ഒരു പടിയുണ്ട്. പിന്നെ നമ്മൾ ഇന്നാളെ ഇതേപോലെ എന്റെ വണ്ടിയിലായിരുന്നു വന്നത്. അന്നേരം ഇവിടെ ഒരിടത്ത് ഇടത്ത് തിരിഞ്ഞിട്ട് അവിടെ റോഡ് പൊളിഞ്ഞ് നടന്നപ്പോ കേറി പോത്തില്ലായിരുന്നു. അതെ, ഈ ഭാഗത്തായിരുന്നു. ഇവിടെ റോഡ് ഇച്ചിരി മോശമായിരുന്നു അന്ന്. മദ്യപാനം, പുകവലി പാടില്ല. പാറയുടെ അടുത്തോട്ട് പോകുന്ന വഴിയാന്നോ? അതെ അതെ, നമ്മൾ അന്ന് ഇവിടെ വണ്ടി ഇട്ടിട്ട് ബാക്കി ഇതെല്ലാം നടന്നാവേ. നമുക്ക് പോകാൻ പറ്റും. അതെ അതെ, ഇവിടെ കയറിയാൽ മതി. ബാക്കിയെല്ലാം ഇനി എളുപ്പമുള്ള റോഡാണ്. ഒരു പിടിയില്ല, നടന്ന് വരുന്നുണ്ട്. എന്ത് ആൾക്കാരാ നടന്നു വരുന്നത്? ഇഷ്ടംപോലെ ആൾക്കാരാണ്. ഇപ്പൊ വൈകിട്ടും കൂടെ ഒക്കെ ആയോണ്ടേ എതിരെ വണ്ടി വന്നാലൊക്കെയാണ് ടാസ്ക്. അതൊക്കെ സൈഡ് കൊടുക്കാനുള്ള സ്ഥലം കാണും. വണ്ടി അങ്ങോട്ട് പോയി കാണത്തില്ല. ഇവിടെ നിർത്തിയിട്ട് പോവില്ലേ അവര്? വണ്ടി പോയിട്ടില്ല. അതെ അതെ, അവിടെ ഒരു വണ്ടി താഴെ കിടപ്പുണ്ടായിരുന്നു. ഇങ്ങോട്ട് പോകത്തില്ലെന്ന്. ഇങ്ങോട്ട് അധികം ഇങ്ങനെയുള്ള വണ്ടികളൊക്കെ, ഇങ്ങനെയുള്ള വണ്ടി കയറിയാ കയറി SUV ടൈപ്പ് സാധനങ്ങളൊക്കെ കയറി വരത്തുള്ളൂ. ഇവിടെ ഇച്ചിരി ഇപ്പോഴാ ഒന്ന് തെന്നിയത് ടയർ. മനസ്സിലായി ഏത് കാട്ടുബുക്കിൽ കൊണ്ടുപോവാം. പിന്നെ ഭയങ്കര വീതിയില്ല ടയർ. ബസിന്റെ ടയറിന്റെ അത്രയുണ്ട് ടയറ്. അതെ അതെ, നല്ല വീതിയുള്ളതാണ്.
ഇവിടെ സ്ഥലമുണ്ട്, ഇവിടെ സ്ഥലം ഇഷ്ടം പോലെ ഉണ്ട്. പോട്ട് ഇവിടെ എടുത്തോ, അവിടെ നോക്കിയാൽ ഇവിടെ ഇഷ്ടം പോലെ സ്ഥലം. ഇവിടൊക്കെ ഇരിക്കാനും എടുക്കാനും ഭയങ്കര ഇതാണല്ലോ. ഇല്ലേ നമ്മൾ ഇത്ര നടക്കണം, ഓപ്പാട് തരും. നടന്ന നമ്മുടെ നടക്കാനാവുന്നുള്ളവര് വരും. അവിടെ ജീപ്പ് എടുക്കുന്നുണ്ട്. മറ്റൊരു ജീപ്പ് വരുന്നു. ഫോറസ്റ്റിന്റെ അല്ലല്ല സാധാ ജീപ്പ്. ആ ജീപ്പാ ലോകം മൊത്തം കേറുന്നത്. അവരവിടെ ഒതുക്കി. ആ ജീപ്പ് എവിടെയും കയറി പോകും. ഇത് അതിന്റെയൊക്കെ ഫോർ വീലർ മുമ്പുള്ള ഈ വണ്ടിയൊക്കെ ഇറങ്ങുന്നതിന് ഫസ്റ്റ് വരുന്നതാണല്ലോ മഹേന്ദ്ര. അല്ല ഞാൻ ജസ്റ്റ് അവിടെ ചോദിച്ചായിരുന്നു അന്നേരം വണ്ടിയുടെ ഒരു വീഡിയോ എടുക്കാനാ, അന്നേരം പോയിട്ട് തിരിച്ചു. അല്ല അവിടെ ഒരു ഫ്രണ്ടിൽ നിന്ന് പുള്ളിയോട് ചോദിച്ചായിരുന്നു, ഫ്രണ്ടിൽ നിന്ന് ഒരു പുള്ളിയോട് ചോദിച്ചു ഞാൻ, അന്നേരം പറഞ്ഞ് ജസ്റ്റ് പോയിട്ട് ഇങ്ങനെ വന്നോളാൻ പറഞ്ഞു. ഒരു വീഡിയോ യൂട്യൂബ് എടുക്കുക. കുഴപ്പമുണ്ടോ? ഇപ്പൊ വരാം. അവിടെ ഒരു ഷോപ്പ് പോലുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ആ ഷോപ്പിലൊക്കെ നിൽക്കുന്ന ജീവനക്കാർ അവരെല്ലാം തിരിച്ചു പോകുന്നു. ഇപ്പം നമ്മളായിരിക്കും ഇനി ലാസ്റ്റ് തിരിച്ചു വരുന്നത്. അതുകൊണ്ട് പാസ് എടുത്തോന്ന് ചോദിച്ചു. അതെ അതെ. ഉണ്ട്. പുറത്തുനിന്നൊരു വീഡിയോ എടുത്തിട്ട് ഇവിടെ ടൂറിസ്റ്റ് ഒരുപാട് വരുന്നതല്ലേ. പാറ കാണാൻ പറ്റത്തില്ല ഇപ്പൊ അല്ലേ? പാറ കാണണമെങ്കിൽ അങ്ങ് മണ്ടയ്ക്ക് പോണം. അത് ഇനി ഒരു മണിക്കൂർ മേളിലോട്ട് കയറണം, നടക്കണം. ഉണ്ട്. അത് കാണുകയേ വേണ്ട. അത് നമുക്ക് കാണുകയേ വേണ്ട, വെളിയിൽ നിന്ന് കണ്ടാ മതി. അവിടെ പോകുന്നവരുണ്ടായിരിക്കും അല്ലേ? അതെ അതെ, നമ്മളൊക്കെ ഇന്നാളെ പോയതാ. പക്ഷെ ഇച്ചിരി ആ ഒരു പ്രയാസം, വെള്ളമൊക്കെ ആയിട്ട് പോണം എന്നാണല്ലോ. ഇവിടെ ലാസ്റ്റ് പോയിന്റ്. ഇവിടെ ബൈക്ക് കാറ് വെച്ചിട്ട് നടന്നു പോകണം, ബാക്കി നടന്നു പോകാം. നമുക്ക് ഇത്രയും പോയാൽ മതി. ഇവിടെ ഇട്ട് തിരിച്ചു ആ വഴി, ആ സ്റ്റെപ്പ് വഴിയാ പാറയില്. മറ്റേ അവരൊക്കെ ഇവിടെ ഈ കടയിലൊക്കെ ജോലി ചെയ്യുന്നവരൊക്കെ നമ്മൾ നേരത്തെ കണ്ടു. ഈ വെഹിക്കിളിന്റെ ആൾക്കാരെല്ലാം അവിടെ ഉണ്ട്. ചെറുപ്പക്കാരൊക്കെ പോവും നടക്കാനൊക്കെ. നേരത്തെ പാസ് കൊടുക്കും, മുമ്പേ ഇവരെ ഇറങ്ങി 4 മണിക്ക് മുമ്പേ കൊടുക്കും. ഇരുട്ടി കഴിഞ്ഞാൽ പിന്നെ കേറാനൊക്കെ പാടാ. കേറ് മാത്രമല്ല, ഇറങ്ങി വരാൻ പാടാ. ഇറങ്ങി വരുന്നത് മാത്രമല്ല, റിസ്ക് ആണത്. വല്ലതും പിന്നെ വന്യമൃഗങ്ങളും കാണും. പിന്നെ ആര് പറഞ്ഞു ഇല്ലെന്ന്? എന്തെങ്കിലും പാമ്പൊക്കെ കാണും. പാമ്പല്ല, പുലി എല്ലാം ഉണ്ട്. പിന്നെ റിസർവ് ഫോറസ്റ്റ് ആണ്.
പിന്നെ മനുഷ്യന്റെ സൗണ്ട് കേൾക്കുമ്പോ പോകും. അതെ അതെ. മരത്തേലിരിക്കും. ഇത് ഭയങ്കര ഡേഞ്ചറാ പുലി. നമുക്കിനി പാട്ടൊന്ന് കണക്ട് ചെയ്യും.